അവന് ഭ്രാന്താണോ? 36-ാം നിലയിലെ റെയിലിംഗ് അവൻ ചവിട്ടി, ഒരു വിടവ് തുറന്നു, ഒരു മടിയും കൂടാതെ പുറത്തേക്ക് കയറി. നൂറുകണക്കിന് മീറ്റർ വായുവിൽ അഭിമുഖീകരിച്ചപ്പോൾ അവൻ ശാന്തനായി അതിൽ ഖേദിക്കാൻ തുടങ്ങി. എന്നാൽ മുകളിലുള്ള വെറുപ്പുളവാക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ വീണ്ടും 35-ാം നിലയിലെ റെയിലിംഗിലേക്ക് കാലെടുത്തുവച്ചു. ഓരോ തവണയും തന്റെ ചുവടുവെപ്പ് പരീക്ഷിക്കുന്നതിന് മുമ്പ് അയാൾ റെയിലിംഗിൽ മുറുകെ പിടിച്ചു. ഏറ്റവും കഠിനമായ ഭാഗം 2 നിലകൾക്കിടയിലുള്ള മതിലായിരുന്നു. മിനുസമാർന്ന പ്രതലം അയാൾക്ക് കാലുകുത്താൻ ഇടം നൽകിയില്ല. കൈകളുടെ ബലം മാത്രം ഉപയോഗിച്ച് അയാൾക്ക് താഴേക്ക് നീങ്ങേണ്ടിവന്നു. അരമണിക്കൂർ പരിശ്രമത്തിനു ശേഷം ഒടുവിൽ അവൻ 31-ാം നിലയിലെത്തി. അയാൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചതായി തോന്നി. ഒരു സമയം ഒരു ചുവട് വയ്ക്കുന്നതിനു പകരം അയാൾ ഒരേ സമയം 2 ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് എന്തോ കുഴപ്പം സംഭവിച്ചു. അയാൾ കാൽ നീട്ടി. പക്ഷേ ആ നിലയിൽ ഒരു റെയിലിംഗ് കണ്ടില്ല. അയാൾ പെട്ടെന്ന് കാൽ പിന്നിലേക്ക് വലിച്ച് തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് മുകളിലേക്ക് കയറി. അയാൾ ശക്തമായി ശ്വസിച്ചു. അവന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നു. അയാൾ ശാന്തനായപ്പോൾ കുടുങ്ങിപ്പോയതായി തോന്നി. തിരികെ പോകുന്നത് അസാധ്യമായിരുന്നു. അതിജീവിക്കാൻ അയാൾക്ക് മുന്നോട്ടു പോകേണ്ടിവന്നു. അയാൾ ബെൽറ്റ് ഊരിമാറ്റി റെയിലിംഗിൽ പിടിച്ചു പതുക്കെ താഴേക്ക് ചാഞ്ഞു. സുരക്ഷാ ഉപകരണങ്ങളൊന്നുമില്ലാതെ ബെൽറ്റ് റെയിലിംഗിൽ കെട്ടി മുറുകെ പിടിച്ചു. പിന്നെ ബെൽറ്റിൽ പിടിച്ചു പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങി. താമസിയാതെ അയാൾ ആ ലെവലിന്റെ അടിയിലെത്തി. പല്ലുകൾ കടിച്ചുകൊണ്ട് 28-ാം നിലയിലെ റെയിലിംഗ് അഴിച്ചു. ശരീരം വായുവിൽ തൂങ്ങി. അവൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആടി. അവസാന നിമിഷം അവൻ ബെൽറ്റ് അഴിച്ചുമാറ്റി ഒരു കാലിടറി. ഒരു പുതിയ പ്രശ്നം പ്രത്യക്ഷപ്പെട്ടു. ഈ നിലയ്ക്ക് ബാൽക്കണി ഇല്ലായിരുന്നു. മുറിയിൽ പ്രവേശിക്കാൻ അയാൾ റെയിലിംഗിലൂടെ നീങ്ങേണ്ടി വന്നു. ഇതൊക്കെ മുന്നോട്ട് നീങ്ങി ചുമരിൽ കൈകൾ അമർത്തി. മൂലയിൽ അയാൾ വഴുതി വീണു. പക്ഷേ കൃത്യസമയത്ത് തന്നെ പിടിച്ചു. അയാൾ ബാലൻസ് ക്രമീകരിച്ച് വിടവിലൂടെ പടിപടിയായി നടന്നു. കുറച്ച് ആഴത്തിലുള്ള ശ്വാസങ്ങൾക്ക് ശേഷം താൻ വിജയത്തോട് അടുത്തുവെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ വലതു കാൽ നീട്ടി, പിന്നെ ഇടതു കാൽ നീട്ടി. താമസിയാതെ അയാൾക്ക് കാലിനടിയിൽ നിലം അനുഭവപ്പെട്ടു. ഗ്ലാസ് വാതിലിലേക്ക് കൈനീട്ടി അത് തുറക്കാൻ തയ്യാറായി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് അനങ്ങിയില്ല. സോഫ്റ്റ് ഫലിച്ചില്ല. അതിനാൽ അയാൾ ബലം പ്രയോഗിച്ചു. അയാൾ ചുമരിൽ പിടിച്ച് വാതിൽ ശക്തമായി ചവിട്ടി. അത് അപകടകരമായിരുന്നു. പക്ഷേ അവസാനം തന്റെ എല്ലാ ശ്രമങ്ങൾക്കും ശേഷം അയാൾ ഒടുവിൽ ഗ്ലാസ് വാതിൽ ചവിട്ടി തുറന്നു. ക്ഷീണിച്ച ചുവടുകളോടെ ആ മനുഷ്യൻ വാതിലിലേക്ക് നടന്നു. ഹാൻഡിൽ ശ്രദ്ധാപൂർവം തിരിച്ചു. അയാൾ രക്ഷപ്പെട്ടു. അയാൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നടന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒരു പ്രേതത്തെ കാണുന്നതുപോലെ അവനെ നോക്കി. പക്ഷേ ആ മനുഷ്യൻ അത് കാര്യമാക്കിയില്ല. ഒടുവിൽ 6 ദിവസത്തിന് ശേഷം അയാൾ രക്ഷപ്പെട്ടു.